കാര്യം എന്താ, നമ്മൾ ആ വാഗ്ദാനത്തിൽ വിശ്വസ്തത കാണിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ആ വാഗ്ദാനത്തിൽ വിശ്വസ്തത കാണിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ അതുപോലെ തന്നെ ഈ ഏറ്റുപറച്ചിലും വിശ്വാസം ഏറ്റുപറച്ചിൽ. നിങ്ങളെ കൃപാസനം പത്രം കൊണ്ടേ കൊടുക്കുമ്പോൾ ഞങ്ങൾ എന്തുമാത്രം ട്രോളുകൾ ഉണ്ടായാലും ഞങ്ങൾക്കത് ഒരു സന്തോഷം, ഒരു സൗമ്യമായിട്ട് അതിനെ കാണുന്ന കാര്യം എന്താണ്, ഇത് വരുത്തി വച്ചിരിക്കുന്ന ദൈവാനുഭവം എന്ന് പറയുന്നത് ചില്ലറയല്ല. എന്താ കാര്യം? ഒന്ന്, ഇത് കൊണ്ടേ കൊടുക്കുമ്പോൾ ഈ മനുഷ്യൻ യേശുവിനെ ഏറ്റുപറയേണ്ടി വരും. മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തിന് വിശ്വാസം ഏറ്റുപറയേണ്ടി വരും. ഏറ്റുപറയുക മാത്രമല്ല, നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ ശിശുക്കളോടും സുവിശേഷം പ്രസംഗിക്കാൻ പറയുമ്പോഴേ പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ. പ്രസംഗിക്കാൻ പറ്റാത്തവർക്കും പ്രസംഗിക്കാനുള്ളൊരു വേദിയായിട്ടാണ് സുവിശേഷ കൈമാറ്റം നടക്കുന്നത്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരുണ്ട്, പിന്നെ അളിഞ്ഞ മോന്തയുമായിട്ട് ചെയ്യുന്നവരുണ്ട്. അവർ തമ്മിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. വേറെ വ്യത്യാസം, അതീവ സന്തോഷത്തോടെ ചെയ്യുന്നവരുണ്ട്. അവരാണ് ബ്രാൻഡഡ് ആകണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഉടമ്പടിയുടെ ഇത്രയും ഭയങ്കരമായ രീതി ഹെവി ഡ്യൂട്ടിയൊക്കെ ചെയ്യാൻ കാരണം, സാക്ഷ്യങ്ങൾ എങ്ങനെയായാലും 25 സാക്ഷ്യങ്ങളല്ലേ ഒരു ദിവസം പറയിപ്പിക്കാൻ പറ്റുന്ന സാക്ഷ്യങ്ങൾ. ഞങ്ങളെല്ലാം ജനറൽ സാക്ഷ്യങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി പേർക്ക്. അതുകൂടാതെ ഇവിടെ പറയിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ 20 ഉണ്ട്, 25, 20 ഇടയ്ക്ക്. അത്രയും സമയമേ നമുക്കുള്ളൂ. എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം, മേജർ സാക്ഷ്യങ്ങൾ ഉണ്ടാകാൻ കാരണം ആ ഉടമ്പടിയുടെ ചേരുവകയാണ്. അതായത് അതിൻ്റെ ഫോർമുല കറക്റ്റാണ്. പക്ഷെ അത് ആരാണത് കൃത്യമായിട്ട് അത് പ്രയോഗിക്കണത്, അതാണ് വിഷയം. ആ പ്രയോഗത്തിലാണ് ഇരിക്കുന്നത്. നമുക്കിങ്ങനെ ചൊല്ലാൻ ആർക്കും പറ്റുമല്ലോ. അത് വല്ല മുറിയും അടച്ചിട്ട് അകത്തിരുന്നുണ്ട് ഇരുട്ടത്തിരുന്നുണ്ട് പിച്ചുമയും പടം ചെയ്താൽ പോരെ. അതിൻ്റെ അകത്ത് കഥയില്ല സംഭവം. അതിൻ്റെ അകത്തൊരു പ്രഖ്യാപനമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. 20% ഇൻകം ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. 20% ചൊല്ലണ പ്രാർത്ഥനയ്ക്ക് 20 to 30% ഇൻകമാണ് റിട്ടേൺസ് ഉള്ളത്. ബാക്കിയെല്ലാം ചെയ്യണമെങ്കിൽ പരസ്യമായിട്ട് ചെയ്യണം. രഹസ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാം. ആളുകളൊക്കെ ആയിരിക്കാൻ വേണ്ടി ഈശോ പറയും വലം കൈ ചെയ്യണത് ഇടം കൈ അറിയാൻ പാടില്ലെന്ന്. പക്ഷേ വിശ്വാസ പ്രഖ്യാപനമെല്ലാം മനുഷ്യരുടെ മുമ്പിലാണ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഇത് നിങ്ങൾക്ക് വരുന്നൊരു കുഴപ്പം, നിങ്ങൾ ചെയ്യണില്ലെന്നല്ല പ്രശ്നം. പല ആൾക്കാർക്കും ഉടമ്പടിയിൽ ഈ അവർക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്കോറിലേക്ക് പോകുന്നില്ല ചില ആൾക്കാർ, ഇല്ലേ? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകാത്തതിൻ്റെ കാരണം ഒരു കാര്യമുണ്ട്. അതിൽ നിങ്ങൾ സാങ്കേതികമായിട്ടാണ് ആൾക്കാർ ചിലർ ചെയ്യണത്. സാങ്കേതികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ 15 പത്രമുണ്ട്, 5 പത്രം കൊടുത്തേച്ചു. ഇനി 10 വീട്ടിൽ കൂടി പോകണം. എവിടെയൊക്കെ പോകണം? വല്ല പരിചയമുള്ള വീട്ടിൽ പോകാം. നമുക്ക് പണി കിട്ടാത്ത വീട്ടിൽ പോയാലേ, നമുക്ക് പണി കിട്ടാത്ത വീട്ടിൽ പോകാമല്ലേ എന്നൊക്കെ ചിന്തിച്ച് ദൈവമായിട്ടൊരു കോംപ്രമൈസൊക്കെ ഒത്തുതീർപ്പൊക്കെ എത്തിയിട്ട് ഇത് സാധനം എങ്ങനെയും കൊടുത്തൊപ്പിക്കും. ഈ ഒപ്പിക്കുന്നതിന് സാങ്കേതികം എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് ചെയ്യാം. സാങ്കേതികമായി പറഞ്ഞാൽ എപ്പോഴും നമുക്കറിയാവില്ല, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും. എന്ന് പറഞ്ഞ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. പ്രതിഫലം ബേസിസിലാണ് കേട്ടോ, അത് ഓർത്തുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളില്ലേ, ദൈവദൃശ്യത്തിൽ നിന്ന് കിട്ടുന്ന കൃപയല്ലെങ്കിൽ പിന്നെ എന്താണ്? അനുഗ്രഹം. ഇത് എങ്ങനെയാണ്? നിങ്ങളെ എങ്ങനെയാണ് കാണുന്നതിന് അതിന് ആനുപാതികമായിരിക്കും. അതാണ് 10:41 മത്തായി ശ്ലീഹായുടെ സുവിശേഷം. പ്രവാചകനെ പ്രവാചകനായി പരിഗണിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം. ഇപ്പോഴെന്താണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്? അതായത് കുറേ നാളുകൾ ബേസിക്കായിട്ടൊരു ശുശ്രൂഷ ഉണ്ട്. ക്രിസ്തു ആരാണെന്നതിനെക്കുറിച്ച് ബേസിക് ശുശ്രൂഷ. ഈ ബേസിക് ശുശ്രൂഷ അല്ലാതെ ആഗന്തുകമായിട്ടുള്ള ശുശ്രൂഷകളും ഉണ്ട്. എന്താ ബേസിക് ശുശ്രൂഷ എന്ന് പറയുന്നത്? ഇപ്പം നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു എന്നാരാ പറഞ്ഞത്? എലിസബത്ത് പറഞ്ഞേ അല്ലേ? നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു. അപ്പോഴേ എലിസബത്തിൻ്റെ പരിശുദ്ധാത്മാവ് അമ്മയെ സ്കാൻ ചെയ്തപ്പോൾ അമ്മ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അമ്മയെ അറിയിക്കും. അപ്പോൾ ആ അമ്മ ഈശോയെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ളത് പരിശുദ്ധാത്മാവ് പറയുമ്പോഴേ ആദ്യമേ ഈ ഈശോനെ അമ്മയുടെ ഉദരത്തിലേക്ക് ദൈവം നൽകുമ്പോൾ അതിന് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? അവൻ തൻ്റെ ജനങ്ങളെ
ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 1:21. മത്തായി 1:21. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. എന്ന് പറഞ്ഞേ, അവൻ തന്റെ ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്ന് അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. ഈ ജോലി ചെയ്യാൻ പറ്റാതെ വന്നാൽ സഭയല്ലാതായി മാറി. ഇപ്പോൾ സ്റ്റാൻ സ്വാമിയുടെ NIA സ്റ്റാൻ സ്വാമിയുടെ വെബ്സൈറ്റിലോട്ട് ഈ ഇംപ്ലാന്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, കുറേ ഡേറ്റ ഇംപ്ലാന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സ്റ്റാൻ സ്വാമിയുടെ രക്തസാക്ഷ്യത്തിന് കാരണമായി. പക്ഷേ അദ്ദേഹം ആത്മാർത്ഥമായ അവസാനം വരെ കർത്താവിൻ്റെ ജോലി ചെയ്ത ആളാണ്. പക്ഷേ വിമർശനം എന്താ? ലോഹം ഉപയോഗിച്ചില്ലെന്നാണ് വിമർശനം. ഒരു വിമർശനം. ഇങ്ങനെ ലോഹം ഉപയോഗിച്ച് ഒരു പടം കാണിച്ചു തരാമെന്നൊക്കെ ചോദിക്കണില്ലേ സോഷ്യൽ മീഡിയയിൽ. പിന്നെന്താ ഇങ്ങനെ കുർബാന ചൊല്ലിയിട്ടുണ്ടോ? അതൊക്കെ ചോദ്യങ്ങളാണ്. ചെല്ലിയാലും ചെല്ലില്ലേലും ചോദ്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും സഭാപ്രവർത്തനായാലും ബേസിക്കുകൾ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല സഭയ്ക്ക്. നമുക്ക് സോഷ്യൽ സർവീസൊക്കെ നടത്താൻ പറ്റും, എന്ത് വേണമെന്ന് ചെയ്യാൻ പറ്റും, എഡ്യൂക്കേഷൻ നടത്താൻ പറ്റും, പിന്നെ ബോധവൽക്കരണ പരിപാടികൾ ആദിവാസികളുടെ പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ തലമറന്ന് എണ്ണതാക്കാൻ പറ്റത്തില്ല. ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. എന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ പറഞ്ഞ് അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടുള്ള ജേസു എന്ന് പറഞ്ഞാൽ the cause of Jesus, the cause for which Jesus emancipated. അവൻ്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം എന്താ? ജനങ്ങളെ വിശുദ്ധീകരിക്കാനാണ് പാപങ്ങളിൽ നിന്ന്. പട്ടിണിയും ദാരിദ്ര്യവും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഞങ്ങളൊക്കെ വിഴിഞ്ഞ സമരത്തിൽ ഞാൻ പ്രതിയാണ്. കേസ് എടുത്തിട്ടില്ല. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന കേസിന് കഴിഞ്ഞ ആഴ്ച ഞാൻ കോടതി പോയി വന്നതേ ഉള്ളൂ. അതെന്താ? അത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള സുവിശേഷ മുന്നേറ്റങ്ങളാണ്, നീതിക്ക് വേണ്ടിയുള്ള ദാഹമാണ്. അത് സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അതേസമയം തന്നെ ഇതിന് ബേസിക്സ് ഉണ്ട്. എന്താ കാര്യം? അവൻ തൻ്റെ ജനങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിച്ചെങ്കിൽ അവൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്ന എല്ലാ വ്യക്തികളുടെയും ചുമതലയാണ് ജനങ്ങളെ വിശുദ്ധീകരിക്കുക എന്നുള്ളത്. ജനങ്ങളെ വിശുദ്ധീകരിക്കാതെ വേറെ എന്ത് എഡ്യൂക്കേഷൻ ചെയ്താലും വേറെ എന്ത് സാമൂഹ്യ പ്രവർത്തനം ചെയ്താലും അതിനൊക്കെ പട്ടിക്കാട്ടത്തിൻ്റെ വിലകളേ ഉള്ളൂ. തലമുറ എണ്ണതാക്കാൻ പറ്റത്തില്ല. അത് വിഷയം സീരിയസ്. അത് നിങ്ങളും അത് ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. എന്താ കാര്യം? നിങ്ങൾ അതായത് സുവിശേഷ വേല ചെയ്യുമ്പോൾ നിങ്ങളെ പ്രവാചകനായി സ്വീകരിക്കുകയാണ്. പ്രതിഫലം അത് ദൈവപുത്രനായിട്ട് സ്വീകരിക്കുകയും രക്ഷകനെ. അപ്പം അമ്മ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്തത്? എലിസബത്ത് നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാണെന്ന് പറഞ്ഞപ്പോഴേ അതിന് മറുപടി അമ്മ എന്താ പറഞ്ഞത്? അമ്മ എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. നിങ്ങൾ ഈ വിഷയത്തിൽ യാതൊരു വെള്ളവും ചേർക്കാതെ ചെയ്യുന്ന കാര്യം ദൈവ തിരുസന്നിധിയിൽ നമുക്കറിയാമല്ലോ, മക്കളുണ്ട്. 8-17 അതൊരു റാങ്കാണ്, ഒരു ബ്രാൻഡാണ്. പക്ഷേ ദൈവം ഈ മക്കൾ എന്നതിനേക്കാൾ ഉയർന്ന ഒരു റാങ്കുണ്ട്. നമ്മൾ മുന്നോട്ട് പോകും തോറും ഈ റാങ്കിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇന്നലെ എന്നെ ഒരു ക്യാപ്റ്റൻ വിളിച്ചു. നമ്മുടെ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു മിലിറ്ററി ക്യാപ്റ്റനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്റ്റാർ ഇന്നലെ കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊമോദോസ്, അതായത് ക്യാപ്റ്റൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് റാങ്കാണ്. ഇതുപോലെ ലോകത്തിലുള്ള എല്ലാത്തിനും ഇതുപോലെ റാങ്കുകളുണ്ട്. മക്കളൊരു റാങ്കാണ്. ഈ മക്കളെ തന്നെ റാങ്ക് ആകണമെങ്കിൽ നമ്മൾ മക്കളാണെന്നുള്ളത് അതേ രീതിയിൽ തന്നെ നമുക്ക് ബോധം ഉണ്ടാവുകയും മക്കളെപ്പോലെ നമ്മൾ ദൈവത്തിൻ്റെ വ്യാപരിക്കുകയും ചെയ്യണം. എന്തായിരുന്നാൽ ഇവിടുത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കൃത്യമാകണമെങ്കിൽ ഉടമ്പടി വല്ലാത്ത ഫലങ്ങൾ തരും. കാരണം ഞാൻ അച്ഛനായിട്ട് 37 വർഷമായി. ഈ 37 വർഷത്തിനുള്ളിൽ നമ്മൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളും ഇവിടെ ഉള്ളതും മറ്റു ധ്യാനകേന്ദ്രങ്ങളുള്ളതും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ ഉടമ്പടിയുടെ കാലഘട്ടം തുടങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും കേൾക്കാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഈ വ്യഥകളെന്ന് പറയുന്ന സംഭവം അഡ്രസ്സ് ചെയ്യുന്നത് ഉടമ്പടിയിലാണ്. വ്യഥകളെന്ന് പറയുന്നത് കഴിഞ്ഞ ഉടമ്പടിയുടെ ധ്യാനം നമ്മൾ ഇപ്പോൾ രോഗശാന്തി, ഇപ്പോൾ ധ്യാനകേന്ദ്രങ്ങളൊക്കെ രോഗശാന്തികൾ ഒത്തിരി നടക്കും. പക്ഷേ ഉടമ്പടി രോഗശാന്തി മാത്രമല്ല, വ്യഥകൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു, ട്രബിൾസ്. അത് 4 മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എടുക്കുകയും അതാണ് കണ്ടത്.
ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 4-ാം അധ്യായത്തിലെ വ്യഥകൾ. മത്തായി 4:24. 4:24. അവന്റെ കീർത്തി സിറിയായിലെങ്ങും വ്യാപിച്ചു. എന്ന് പറഞ്ഞ അവന്റെ കീർത്തി സിറിയായിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും പിശാചുബാധിതർ അപസ്മാര രോഗികൾ തളർവാദക്കാർ എന്നിവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. അപ്പൊ ക്രിസ്തുവിലുള്ള ഏറ്റവും വലിയ, അതായത് ദൈവം ക്രിസ്തുവിലൂടെ ചെയ്യുന്നതും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും മത്തായി 4:24 അതിനകത്ത് ഒന്നാണ് രോഗങ്ങൾ മാത്രമല്ല, വ്യാധികൾ മാത്രമല്ല, പിന്നെന്താണ്? വ്യഥകളെന്ന് പറയുമ്പോൾ ഈ വ്യഥകൾ ഇത്രയും നാളായിട്ട് വേണ്ട പോലെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? വ്യഥകളെന്ന് പറയുന്നത് എന്താണ്? പലതരത്തിലുള്ള വ്യഥകളാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു ഒരു മുള്ളംകൊല്ലി എന്നൊരു മോളെ സാക്ഷ്യം പറഞ്ഞ, അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എടുക്കാൻ അവൾക്ക് മനസ്സില്ല. അമ്മ പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും മെറിറ്റുള്ള ആളാണ്. പഠന കാര്യങ്ങൾക്കായാലും മാർക്കിൻ്റെ കാര്യത്തിലായാലും എല്ലാം നല്ല കോൺഫിഡൻസാണ് ആൾ. അപ്പോൾ പിന്നീട് അവസാനം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഉടമ്പടിയുടെ ഒരു ആവശ്യമുണ്ടോ, നമ്മുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച പള്ളിയിൽ ഈശോയിലെ ഉള്ളത് എന്ന് അങ്ങനെ ധരിക്കുന്ന ഒത്തിരി പേരില്ലേ, അങ്ങനെ ഒരാളാണ്. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോഴൊക്കെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്ന് അവൻ പിന്നെ ഉടനെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് അനു ജോസ് അങ്ങനെ എന്താ പേരാണ്. എന്താ പ്രശ്നം? അവൾ ചെയ്ത ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, അവിടെ ഈ രോഗികളെ കാണാൻ പോകണമല്ലോ, അതിന് പകരം അവർ ചെയ്തിരിക്കുന്നത് ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളില്ലേ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികളും അവരുടെ ബുദ്ധിമാന്ദ്യം എന്ന് പറയുന്നത്, അപ്പം അങ്ങനെയൊക്കെ ഒന്നും പറയാൻ പാടില്ല ഇവ പറഞ്ഞ കുഞ്ഞുങ്ങൾ, അതായത് ഒരു മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള വെല്ലുവിളികളെ നേരിടുന്ന കുട്ടികളെ, അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഒരാഴ്ച മുഴുവനും പോയി ശുശ്രൂഷ ചെയ്യാൻ. ഒരാഴ്ച. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രാവശ്യം പോകാൻ പറയുമ്പോൾ അവർ ഒരാഴ്ച പോവുകയാണ്. എന്താ പ്രശ്നം? അതിൻ്റെ ഫലമെന്ന് പറയണത് വെട്ടിക്കെട്ട് ഫലമാണ്. അതായത് ഈ ടൈം ഷോർട്ട് ചെയ്ത് വരുന്ന കാര്യമാണ്. വിസ പ്രോസസ്സിങ്ങിലാണ് അതിൻ്റെ ടൈം. അതിന് വരുന്ന ഒരു പേപ്പർ കിട്ടാനുള്ള സാധ്യതയില്ല. അതിന് 2.5 മാസം എടുക്കും. ഇപ്പോൾ ഓഫർ ലെറ്ററും അതുപോലെ തന്നെ വിസയും അതിന് കിട്ടേണ്ട വേറെ ഇടയ്ക്ക് വരുന്ന വില പേപ്പേഴ്സും ഒക്കെ പല രാജ്യങ്ങളിലും പല സ്ഥാപനങ്ങളിലുമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ നമ്മുടെ സമയത്ത് നടക്കാൻ ചിലപ്പോൾ നടക്കത്തില്ല. അപ്പോൾ അവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ച് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഞങ്ങൾ അടുത്ത ഇൻടേക്കിലേക്ക് വെക്കട്ടെ എന്ന് ചോദിച്ചു. ഇപ്പോൾ സീറ്റ് ഫില്ലായിരിക്കുകയാണ്, അടുത്ത ഇൻടേക്കിലേക്ക് വെക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഇവർക്ക് സങ്കടമായി. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ അടുത്ത യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് ചോദിക്കുന്നത് അടുത്ത ഇൻടേക്കിലേക്ക് വെക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ അമ്മ പറയും, നീ എന്തിനാ അങ്ങനെ സങ്കടപ്പെടണത്? നമ്മൾ ഉടമ്പടി എടുത്തിട്ടില്ലേ? അമ്മ മാതാവിൻ്റെ അടുത്ത് വിഷയം വെച്ചിട്ടില്ലേ? വിഷയം വെക്കുക മാത്രമല്ല, എടുത്തിട്ട് സാങ്കേതികമായിട്ട് എടുത്തിരിക്കണമല്ല, ആത്മാർത്ഥമായിട്ട് അമ്മയും മകളും ആ സംഭവം ചെയ്യാണ്. അപ്പോൾ ഒരു രോഗികളെ കാണാൻ പുസ്തകത്തിൽ അത് രോഗികളെ അതുപോലെ തന്നെ ഭക്ഷണം ഇല്ലാത്തവരെയൊക്കെ പോയി അമ്മയും മകളും പോയി സന്ദർശിക്കുകയാണ്. അതായത് അവർ ഇത് തന്നെ മെയിൻ കാര്യമായിട്ട് എടുക്കുകയാണ്. അവർക്ക് അതിനുള്ള അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. അല്ല, എന്നാൽ രോഗികളെ കണ്ടേക്കാം, എന്നാൽ പിന്നെ വല്ല ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവരെയും പോയി കാണാം എന്തൊക്കെ വിചാരിച്ച് വല്ലയിടത്തും രോഗികളുണ്ടോ എന്നും പറഞ്ഞ് പണ്ട് ഓടെ ചെമ്പേപ്പിച്ചുള്ള ആരോഗ്യം കൊടുക്കാനുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾക്കാരടക്കുമായിരുന്നു. അതുപോലെ രോഗികളുണ്ടെന്ന് ചോദിച്ചു നടക്കുകയല്ലേ ബന്ധുക്കളടക്ക്. എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നിങ്ങൾ അനങ്ങിയ അപ്പം തന്നെ അത് മാർക്കാവും. അനങ്ങിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഞാൻ അറിയുന്നു എന്ന് പറയത്തില്ലേ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ കണ്ണിപ്പൊടി ഇടുമ്പോഴേ കാണിക്കരുത്. ഒരിക്കലും ചെയ്തില്ലെന്നേ ഉള്ളൂ, ചെയ്ത് കുളമാക്കരുത്. കായെ പിടിച്ച് പറയുകയാണ്. എന്താ കാര്യം? ആൾക്കാർക്ക് അതിനുള്ള ടെൻഡൻസി ഉണ്ട്. എല്ലാം ഇങ്ങനെ ചുരുക്കത്തിൽ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഈ ചുരുക്കത്തിൽ ചെയ്യാനുള്ള ടെൻഡൻസി നിങ്ങളുടെ ബോഡിയിൽ, നിങ്ങളുടെ പ്രകൃതിയിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മിക്കവാറും അന്ധകനായിട്ട് തീരാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ചെയ്യുക, എല്ലാം ഇങ്ങനെ ഒപ്പിച്ച് ചെയ്യേണ്ട കാര്യമില്ലേ. അപ്പം അങ്ങനെ ചെയ്യാൻ ഒരു സാധാരണ ടെൻഡൻസി ഉണ്ടാവില്ല ആൾക്കാർക്ക്. അപ്പം അങ്ങനെ ഓരോ കാര്യവും അങ്ങനെ ആൾക്കാർ ചെയ്യണതേ ഓരോരോ രീതികളിൽ. ഇപ്പം 2 പാത്രം കൊണ്ടുപോകണ്ട എന്ന് പറയുമ്പോൾ
മുട്ട വറുത്തതാണ് അമ്മച്ചി ഇതിന് തന്നെ വെച്ച് ചോറ് 2 പാത്രം ചോദിച്ചാൽ കഴിയുമെന്ന് പറയും. 2 പാത്രം ചോദിച്ചുണ്ടാക്കി എനിക്ക് കഴിയില്ല, ചോറ്റ് പാത്രം തന്നെ വെച്ചേക്കാൻ പറയും കറി. അതെല്ലാം ചുരുക്കത്തിൽ ചെയ്യണം. അത് നമ്മുടെ പണ്ട് പോലെ ചെയ്യണമാണ് നമ്മൾ ചുരുക്കത്തിൽ. ഇങ്ങനെ എല്ലാത്തിനും ചുരുക്കത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ബ്രാൻഡഡ് ആവും. പിന്നെ ദൈവം അനങ്ങത്തില്ല. എന്താ കാര്യം? നിങ്ങൾ ആ വിഷയം ഓറിയൻറ്റഡ് ആണ്. നിങ്ങളുടെ വിഷയം നടക്കാൻ വേണ്ടി എന്തെങ്കിലും സാങ്കേതികമായിട്ട് ചെയ്ത് ഒപ്പിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് സ്നേഹമില്ലെന്ന് ദൈവത്തെ മനസ്സിലായാൽ ബ്രാൻഡഡ് ആവും. അതാണ് വിഷയം. സ്നേഹമില്ലെന്ന് അതിനകത്ത് മനസ്സിലാകും. സാങ്കേതികമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സ്നേഹമില്ലല്ലോ. ആ എണ്ണി ഒപ്പിക്കുകയല്ലേ സംഭവം. അത് വളരെ വളരെ ശ്രദ്ധിച്ച് വേണം വിഷയം ചെയ്യാൻ. എന്നുവെച്ചാൽ നിങ്ങൾ ഇത് ഉടമ്പടി അനുവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, എന്നെ നയിക്കുന്ന ശക്തി എന്താണ്? ദൈവസ്നേഹമാണോ? ദൈവസ്നേഹമാണോ? രോഗികളെപ്പോൾ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മരുന്ന് വാങ്ങാൻ പണമില്ലാത്തൊക്കെ ഞാൻ പണം കൊടുക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ പിന്നിൽ ഉടമ്പടി എടുത്തുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഒരു എക്സർസൈസാണോ അതോ ദൈവസ്നേഹമാണോ? ഈ ദൈവസ്നേഹം അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പാടായിരിക്കും. അതാണ് വിഷയം വരുന്നത്. നമുക്കൊരു ഇപ്പോൾ അവൻ പറയണത് പോലെ ചെയ്യുന്നതാണല്ലോ സംഭവം. അത് സാങ്കേതികമായി ചെയ്യുന്നത് കൊണ്ടാണ് ഉടമ്പടി സ്ലോ ആകാൻ കാരണം. മനസ്സിലായേ? ഒരിക്കലും നമ്മൾ പോയിന്റിൽ നിന്ന് പോകുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഈശോ ചില നോട്ടുകൾ തരുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പോയിന്റിൽ നിന്ന് നമ്മൾ പോകുന്നില്ല. എന്താ പ്രശ്നം? ഉടമ്പടി ലാഗാകാൻ കാരണം. അതിന് കാരണം ഒരു കാരണം അത് സാങ്കേതികമായി ചെയ്യുന്നു എന്നുള്ളതാണ്. സാങ്കേതികമായിട്ടല്ലാതെ പിന്നെ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ദൈവിക പുണ്യങ്ങളെ കൊണ്ടാണ് അത് ചെയ്യേണ്ടത്. ദൈവിക പുണ്യങ്ങൾ എന്തൊക്കെയാണ്? വിശ്വാസം, പിന്നെന്താണ്? പ്രത്യാശ, പിന്നെന്താണ്? ദൈവസ്നേഹം. അപ്പോൾ ദൈവസ്നേഹത്താലാണ് ഈ വിഷയം ചെയ്യേണ്ടത്. ഇനി എൻ്റെ വിഷയം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ഇപ്പം രക്തസ്രാവക്കാരി രോഗി തന്നെ അവൻ്റെ വസ്ത്രത്തിന് വിളിമ്പിൽ തൊടുന്നതിന് മുമ്പ് ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട് അവിടെ. രക്തസ്രാവക്കാരി രോഗിയില്ലേ, അവൾ കർത്താവിൻ്റെ പുറകിൽ കൂടിയല്ലേ പോണത്. ചെന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലല്ലേ അവളെ തൊടുന്നത്. അങ്ങനെ തൊടുന്നതിന് മുമ്പ് ഒരു പ്രോസസ്സിങ് ഉണ്ട്. എന്താണത്? താൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് ഉള്ളിൽ കരുതിയിരുന്നു. അപ്പോൾ ഈ ഉള്ളിൽ കരുതലാണ് കൗണ്ടാകണത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്താലും ഉള്ളിൽ എന്താണ് കരുതണമെന്ന് നോക്കണം. ഉള്ളിൽ എന്താണ് കരുതണമെന്ന്. ഇപ്പം നിങ്ങൾ ഓർക്കും, പത്രം കൊടുക്കണമല്ലേ, പത്രം കൊടുക്കണവർക്ക് തന്നെയാണ് കാനഡയിൽ പോകുന്നത്. മനസ്സിലായോ? ഉള്ളിൽ കരുതേ, വെറുതെ ഇരന്ന് പണി മേടിക്കണി. അതായത് ഉള്ളിൽ നീ എന്ത് കരുത്? ദൈവസ്നേഹ കയ്യിലല്ല അവിടെ, സാങ്കേതികമായി ചെയ്യണം. പത്രം കൊടുക്കണമല്ലേ, പത്രം കൊടുക്കുന്നവർക്ക് തന്നെയാണോ PR കിട്ടണത്? ഉള്ളിൽ കരുതിയപ്പോൾ എന്താ കാര്യം? ഉള്ളിൽ കരുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആ സ്നേഹത്തിലല്ല വർക്ക് ചെയ്യണത്, സാങ്കേതികമായിട്ട് വർക്ക് ചെയ്യണത്. സാങ്കേതികൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണത്. അവിടെ വരുന്ന വേറൊരു പ്രോബ്ലം ഉണ്ട്. ഉള്ളിൽ കരുതുന്നത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അതായത് ഉള്ളിൽ കരുതുന്ന പോസിറ്റീവായിട്ട് കരുതണ കൊണ്ടാണ് രക്തസ്രാവക്കാരി രോഗി തൊട്ടപ്പോൾ തന്നെ കറണ്ട് അടിച്ച് അവൾ സൗഖ്യപ്പെട്ടത്. കാര്യം അവൾ ഉള്ളിൽ കരുതി അവൻ്റെ വസ്ത്രത്തെ വിളിമ്പിലെങ്കിലും തൊട്ടാൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്ന്. ഇനി വേറെ ഒരു സൗഖ്യത്തെ ഉണ്ട്, നെഗറ്റീവായിട്ട് ഉള്ളിൽ കരുതുന്ന ആൾക്കാർ. 9:4 വായിച്ചുള്ളൂ മത്തായിയുടെ സുവിശേഷം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. മത്തായി 9:4 വായിച്ചോളൂ. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു. അവരുടെ വിചാരം, അത് ഉള്ളിൽ കരുതിയ പാർട്ടിയാണ്. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച് പറഞ്ഞേ. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു. എന്താ ചോദിച്ചത്? നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത്? ഏതാണ് എളുപ്പം? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഇവര് പാപം ക്ഷമിക്കാൻ ഇവൻ ആരാണ് എന്ന് ഉള്ളിൽ കരുതി. ദാറ്റ് മീൻസ് അതെന്താണ്? യേശുവിലുള്ള അവിശ്വാസമാണ്. മനസ്സിലായില്ലേ? വിശ്വാസം ഉള്ളിൽ കരുതുന്ന സംഭവത്തെ രണ്ടായിട്ട് കൗണ്ട് ചെയ്യും. ഒന്ന്, ഉള്ളിൽ കരുതുന്ന പോസിറ്റീവായിട്ട് കൗണ്ട് ചെയ്യും. അപ്പോഴാണ് അനുഗ്രഹം നടക്കുന്നത്. രക്തസ്രാവക്കാരി രോഗി ഉള്ളിൽ കരുതി എന്താണ്? വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊട്ടാൽ താൻ സൗഖ്യം പ്രാപിക്കും. ഇനി ഈ നിയമജനം ഫരിസേയർ എന്താ ചെയ്തത്? ആ സർവ്വാരോഗ്യം സുഖപ്പെടുത്തുമ്പോൾ അവൻ്റെ പാപങ്ങൾ മോചിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ പാപം മോചിക്കാൻ ഇവൻ ആരാണ് എന്ന് ഉള്ളിൽ കരുതിയപ്പോൾ യേശു എന്തെടുത്തത്? അവിശ്വാസമായി കരുതി. അതാണ് വിശ്വാസം. മനസ്സിലായില്ലേ?
ഉള്ളിൽ കരുതുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ദൈവം കൗണ്ട് ചെയ്യണത് അവിശ്വാസമായിട്ടാണ്. വളരെ ശ്രദ്ധിക്കണം മക്കളെ, സീരിയസ് വിഷയമാണ്. നിങ്ങൾ ഉള്ളിൽ കരുതുന്നത് നെഗറ്റീവ് ആണെങ്കിൽ കർത്താവ് അത് കൗണ്ട് ചെയ്യണത് എന്തായിട്ടാണ്? അവിശ്വാസമായിട്ടാണ്. സാങ്കേതികമല്ലാതെ പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ബൈബിൾ എന്താ പറയണത്? സന്തോഷത്തോടെ പോയി തനിക്കുള്ളതിൽ മത്തായി സുവിശേഷം 13:44 സാങ്കേതികമല്ലാതെ എണ്ണിച്ചുട്ട് സാങ്കേതികമല്ലാതെ ഒപ്പിച്ചുണ്ടാക്കാതെ പിന്നെ എങ്ങനെയാണ് ദൈവ പൈതൽ ഈ വിഷയം ചെയ്യേണ്ടത്? മത്തായി 13:44 എന്താ പറയണത്? സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി. സാങ്കേതികമായിട്ടല്ല, മനസ്സിലായ? ഇതാ വിഷയം. നമ്മൾ അതിൻ്റെ ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കണം. ഇതൊന്നും ഞാൻ ചിന്തിച്ച് എടുത്ത കാര്യമല്ല. ഇപ്പോൾ ഈശോ ഓൺലൈനിൽ നമുക്ക് തരുന്നത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സാങ്കേതികമായിട്ട് ചെയ്താൽ വരൾച്ച ഉണ്ടാകും, ഉടമ്പടി പിൻപിടുത്തം ഉണ്ടാകും. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടത്? വായിച്ചോളൂ മോളെ. സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. അതായത് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നൊരു വിഷയമാണ്. ഈ 10:44 ഇപ്പോൾ വായിച്ചുകട്ടെ എന്താണ്? ദൈവരാജ്യം എന്ന് പറയുന്നത് വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു നിധിയല്ല, ഒളിപ്പിച്ച് വെച്ചിരിക്കണ നിധിയാണ്. കൈയടിച്ച് നിന്റെ നിധികളെല്ലാം ദൈവം മനഃപൂർവ്വം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇത് നീ കണ്ടെത്താൻ സന്തോഷത്തോടെയാണ് പോയി. നിന്റെ സമയം, നിന്റെ അഭിമാനം, ഇങ്ങനെ കുറേ സാധനം വിൽക്കാനുണ്ടല്ല. ഉടമ്പടിയല്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. നമ്മുടെ ഇപ്പം തന്നെ ആൾക്കാർ വിചാരിക്കും, അയ്യോ ഞാൻ ഡോക്ടറാണല്ല, MD ആണല്ല, ഞാനെങ്ങനെ പത്രം കൊടുക്കണത് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ഉണ്ട്. ഈ സ്റ്റാറ്റസ് നമ്മൾ ഡീപ്രമോട്ട് ചെയ്യാതെയും കൊടുക്കാതെയും നമുക്ക് ഈ വയലിൽ ഒളിപ്പിച്ച് വെച്ച നിധി എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ശരിക്കും അത് കച്ചവടം ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഭയങ്കരമായൊരു അനുഗ്രഹമാണ് സ്റ്റാറ്റസ്. കാര്യം ഈ കൃപയും അനുഗ്രഹവും തമ്മിൽ വരുമ്പോൾ ഈ കൃപ ലഭിക്കുന്നത് സ്റ്റാറ്റസ് പ്രൊമോഷനാണ്. സെല്ലൗട്ട് ചെയ്യാൻ നമ്മുടെ എന്തെങ്കിലും സെല്ലൗട്ട് ചെയ്യാനുണ്ടാകണം. സെല്ലൗട്ട് ചെയ്യാൻ, അത് എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക്, അത് കൊടുക്കുന്നതിലൂടെ നമുക്ക് നഷ്ടമായിരിക്കണം ഉണ്ടാകേണ്ടത്, ലാഭം ഉണ്ടാകാൻ പാടില്ല. പ്രഥമ ദൃഷ്ടിയ നഷ്ടം ഉണ്ടാകുന്നത് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെങ്കിൽ അത് ഒന്നാമത്തെ സ്റ്റാറ്റസ് തന്നെ ഇരിക്കും, നമ്മുടെ സ്റ്റാറ്റസിലെ. അപ്പോൾ പലപ്പോഴും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചിലർ ഇപ്പോൾ ഉടമ്പടി എല്ലാ ദിവസവും ഇവിടെ രോഗികൾക്കൊഴിച്ച് ബാക്കി ആരോടും കാരുണ്യമില്ലല്ലോ. ഉടമ്പടി കാരുണ്യം കാണിക്കത്തില്ല. ഉടമ്പടി രോഗികളോടും അങ്ങനെ കാണിക്കുന്നില്ല കാരുണ്യം. കാര്യം എനിക്ക് കിട്ടിയിരിക്കുന്ന നോട്ട് ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ്. മാനുഷ്യമായി നീ കാണിക്കുന്ന കാരുണ്യമല്ല. ക്രിസ്തുവിനെ ഒരാൾക്ക് കൊടുക്കാൻ ഒത്തില്ലെങ്കിൽ പിന്നെ കാരുണ്യം കൊണ്ട് എന്താ പ്രയോജനം? ക്രിസ്തുവിനെ കൊടുക്കണം. ഇപ്പോൾ രോഗികളാണ്, ദേറ്റ്സൊക്കെ, നിങ്ങൾ ആദ്യം പോയി ആരെങ്കിലും ബന്ധുക്കൾ വന്ന് ഉടമ്പടി എടുക്കാൻ പറയും അവരോട്. എന്താ കാര്യം? സംബഡി ടു, അതായത് നിങ്ങൾ ആശുപത്രിയിൽ പോയി ചില സമയത്ത് ഒരു മാസം താമസിക്കുകയും ചിലപ്പോൾ ആൾക്കാർ മാറി അവിടെ നിൽക്കുകയും ചെയ്യും, അല്ലേ? ഇവിടെ മാറി നിൽക്കേണ്ട, രോഗിനെ ഒന്ന് ഇരുത്തിയിട്ട് നിങ്ങൾ മുകളിൽ പോയി ഒരു ഉടമ്പടി എടുത്താൽ മതി. അത്രയുമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ നോക്കത്തുള്ളൂ. ഈ ബന്ധുക്കൾ രോഗിയാണെന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേ എനിക്കങ്ങനെ ഒരു സങ്കടവും വരത്തില്ല. ഞാൻ പറയുമ്പോൾ ഉടമ്പടി എടുത്തിട്ട് വരാൻ പറയും. എന്നുവെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയിട്ട് വേണമെങ്കിൽ ആ രോഗിയുടെ കൂടെ ഒരു ദിവസം നിൽക്കും. അവർക്ക് 1 മണിക്കൂർ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് അതിൻ്റെ 4% വിശ്വാസം അവർക്ക് ഉടമ്പടിയിലില്ല. അപ്പോൾ പിന്നെ വേണമെങ്കിൽ എന്താ ചെയ്യണത്? ഒക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതാണ് അവിടെ മെൻറ്റാലിറ്റി. ആ മെൻറ്റാലിറ്റി അംഗീകരിക്കത്തില്ല. എന്താ കാര്യം? അംഗീകരിച്ചിട്ട് കാര്യമില്ല. അതായത് നമ്മൾ സീരിയസ് ആയിട്ട് ഇത് നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ സത്യസന്ധമായിട്ടാണ് വിശ്വസിക്കണത്. ആ സത്യസന്ധമായിട്ട് വിശ്വസിക്കണമെങ്കിൽ ക്രിസ്തുവിനും അത് മനസ്സിലാകണം. അതിനെന്ത് ചെയ്യണം? അളിഞ്ഞ മോന്തമായിട്ട് പ്രവർത്തനം ചെയ്യാൻ പറ്റത്തില്ല, സന്തോഷത്തോടെ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? നിങ്ങളെ ക്രിസ്തുവിനെയാണ് വിഷയം ചെയ്യണമെങ്കിൽ, അതായത് എന്തുകൊണ്ടാണ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കണമെന്ന്? ഇതാണ് നിലപാട്. സ്റ്റാൻ സ്വാമി ആയാലും ശരി ചിലപ്പോൾ വിമർശിച്ചെന്ന് വരും. നിലപാടാണ്. കാര്യം എന്നോട് തന്നെയുള്ള വിമർശനമാണ് ഞാൻ പുറത്ത് കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, പാപങ്ങളിൽ നിന്ന് ഒരാളെ മോചിക്കാതെ വേറെ എന്ത് സാമൂഹ്യ പ്രവർത്തനം ചെയ്തിട്ടും അത് ക്രിസ്ത്യൻ പ്രവർത്തനമല്ല, സെക്കൻഡ് ഗ്രേഡാണ്. സെക്കൻഡ് ഗ്രേഡ് പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം, ഫസ്റ്റ് ഗ്രേഡ് അല്ല. പറഞ്ഞു വരുന്ന ഇതാണ് ഇപ്പം അവൻ പറയണ പോലെ ചെയ്യുമ്പോഴും
ചെയ്യണ കാര്യം സന്തോഷത്തോടെ ആകണമെന്നുണ്ടെങ്കിൽ എന്നാ സംഭവിച്ചത്? ദൈവത്തിന് പ്രാധാന്യം കിട്ടണം. അവിടെ ഉടമ്പടി വിഷയം നടക്കാൻ വേണം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെയാണ് വിഷയം വേണ്ടത്. ഉടമ്പടി നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ നടക്കാനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് ഈ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യണത്. വിഷയത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നല്ല, പക്ഷേ ഒന്നാമത്തെ സ്ഥാനം എന്ത് ചെയ്യണം? ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം. അല്ലെങ്കിൽ ഇത്രയും ലാഗ് ചെയ്യേണ്ട കാര്യമില്ലേ? എനിക്ക് നിങ്ങളോടെല്ലാം വ്യക്തിപരമായിട്ട് പിടിച്ചത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. ആളിൻ്റെ ആധിക്യം അത്രയാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സോഷ്യൽ കൗൺസിലിംഗ് നടത്തുന്നത്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം. നിങ്ങൾ തന്നെ ഉള്ളിൽ തോന്നും, കർത്താവേ ഞാൻ ചെയ്യണം ദൈവസ്നേഹത്തോടെയാണ്. ദൈവസ്നേഹത്തോടെ ആണെങ്കിൽ കാര്യം ദൈവസ്നേഹം ഇല്ലാതെ ചെയ്യാൻ, മാനുഷികമായ സ്നേഹത്താൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് സുവിശേഷത്തിൻ്റെ പ്രമേയങ്ങൾ. എൻ്റെ മക്കൾക്ക് മനസ്സിലായ അച്ഛൻ പറയണത്? മാനുഷികമായി നിങ്ങൾക്ക് സ്നേഹമുണ്ടല്ലോ. ഏത് ജാതിക്കാർക്ക് സ്നേഹം ഉണ്ടാവും അല്ലേ? മനുഷ്യന്മാർക്ക് സ്നേഹം ഉണ്ടാവും. മനുഷ്യനേക്കാൾ സ്നേഹമല്ലേ പട്ടികൾ. എൻ്റെ അമ്മു, നമ്മൾ യൂട്യൂബിലെ കാണത്തില്ലേ എന്ത് സ്നേഹമാണ് നിങ്ങൾക്ക്. യജമാൻ അകലിൽ നിന്ന് വരുമ്പോൾ തന്നെ കയറി നിൽക്കണ കാണാം മോഡിൽ. ആ സമയമാകുമ്പോൾ കാത്തു നിൽക്കണ കാണാം. ഞെട്ടിപ്പോയി. നമ്മൾ പുറത്തു പോകാൻ പറ്റത്തില്ല. അത് കാരണം 2ാം നിലയിൽ പോയി അകലേക്ക് നോക്കി നിൽക്കുകയാണ് വഴിയിലിട്ട് 5:40 അപ്പോൾ നായ്ക്കുട്ടികൾ പോലും എന്തോ ഒരു സ്നേഹമാണ് കാണിക്കണത്. ഇങ്ങനെയുള്ള സ്നേഹം മനുഷ്യർക്കും അതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷേ ഇതിലൊന്നും സുവിശേഷം വർക്കൗട്ട് ചെയ്യത്തില്ല. മാനുഷികമായ സ്നേഹത്തെ വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം സുവിശേഷം ലക്ഷ്യം വെച്ചിരിക്കുന്നത് കൃപയാണ്. കൃപ ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, പവർ ഓഫ് ഗോഡാണ്. അത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിലൂടെ ദൈവം കാണിച്ച പ്രസാദപരത്തിനാണ് കൃപയെന്ന് പറയണത്. അതാണ് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ചെൻ്റെ പ്രിയപ്പെട്ടവരെന്നൊക്കെ 12:18 മത്തായിയുടെ സുവിശേഷത്തിൽ ഞാൻ വായിക്കണത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കൃപയെ ആർജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സാധാരണ മനുഷ്യന്മാർ കാണിക്കുന്ന സ്കെയിലില്ലേ, ആ സ്നേഹത്തിന് അതിലംഘിക്കണം. എപ്പോഴും ഈശോ അതിലംഘിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? ഇപ്പം നിങ്ങളോട് 1 മൈൽ 5:42 അല്ലെ മത്തായി സുവിശേഷം എന്താ പറയണത്? 1 മൈൽ നിങ്ങളോട് കൂടെ പോകാൻ നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ 2 മൈൽ പോവുക. നിങ്ങളുടെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ചണ്ട കൊടുക്കുന്നവന് മേലെങ്കിൽ കൊടുക്കുക. ദാറ്റ് മീൻസ് മാനുഷികമായ സ്നേഹത്തെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവികമായി എല്ലാം ഈ സത്യദൈവത്തെ കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗം അതാണ്. എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യം, സ്വാഭാവികമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അസ്വാഭാവികമായ കാര്യങ്ങൾ നമുക്ക് താങ്ങാനാവാത്തത്. അപ്പം ലക്ഷ്യം മാനുഷികമായ അല്ല അത് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? കൃപയിലാണ് ചെയ്യേണ്ടത്. ദൈവമാണ് എൻ്റെ ലക്ഷ്യം. കൈയിടിച്ച് കർത്താവിനെ